ഉണ്ടാവട്ടെ. എൻ്റെ പേര് അനിത. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 2 വർഷമായി ഈ ബ്രദറിൻ്റെ സൂമിൽ പങ്കെടുക്കുവാൻ തുടങ്ങിയിട്ട്. 26 വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. ഈ 26 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കാത്ത ഒന്നുമില്ല എൻ്റെ ഭർത്താവിൽ നിന്നും. മദ്യപാനമാണ്. രാത്രിയിലൊന്നും പകലൊന്നും ഇല്ലാതെ ഞാൻ ഒരുപാട് അനുഭവിച്ചു എൻ്റെ വീട്ടിൽ. എൻ്റെ ഈ തല മുതൽ ഉള്ളംകാല് വരെയും എന്നെ അടിച്ച് എൻ്റെ ശരീരം മൊത്തം വേദന കൊണ്ട് എനിക്ക് ജോലി ചെയ്യുവാനോ ഒന്നും ഒക്കത്തില്ലായിരുന്നു. ഇരുന്നിട്ട് എഴുന്നേക്കാനോ കിടന്നിട്ടൊന്നും എഴുന്നേക്കാനോ ഒന്നും പറ്റത്തില്ല. അതേപോലെ എൻ്റെ ശരീരം മുഴുക്ക വേദനയായിരുന്നു എനിക്ക്. അങ്ങനെ ഭാരപ്പെട്ട് ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നു. ഒരു ദിവസം പോലും രാത്രിയെന്നില്ല പകലെന്നില്ലാതെ സമാധാനമില്ല എൻ്റെ വീടിനകത്ത്. അങ്ങനെ ഇരിക്കെ ഞാൻ ലാസ്റ്റിൽ എൻ്റെ ജീവിതം അവസാനിക്കണം എന്നും വിചാരിച്ച് ഞാൻ തൂങ്ങാൻ ഞാൻ ഫാനിനകത്ത് സാരി കെട്ടുകളാണ്. ഇന്ന് ഞാൻ എൻ്റെ കർത്താവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എന്നെ ഇന്ന് സാക്ഷിയാക്കി ഇവിടെ നിർത്തിയേക്കുന്നത്. അതുകൊണ്ട് എനിക്കിന്ന് പറയാതെ പോകുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ശരീരത്തെ ആ വേദനയെല്ലാം എൻ്റെ കർത്താവ് അതെല്ലാം സൗഖ്യമാക്കി. എൻ്റെ ഈ കാലൊക്കെ പിടിച്ച് മേപ്പോട്ട് പൊക്കി ഈ ഏണെല്ലാം വിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ 1 മാസം കംപ്ലീറ്റ് ഞാൻ ഹോസ്പിറ്റലിൽ ബെൽറ്റ് ഇട്ട് കിടക്കുമായിരുന്നു. 7 കിലോയുടെ തൂക്കമുള്ള വെയിറ്റ് തൂക്കിയാണ് ഞാൻ ആശുപത്രി കിടന്നിട്ട് പിന്നെ വീട്ടിലും വന്ന് 1 മാസം കിടന്ന്. അങ്ങനെ എന്നിട്ടും വേദന മാറുന്നില്ല. എനിക്ക് ഈ വലത്തെ ഭാഗം കൊണ്ട് ഈ വലത്തെ കൈ കൊണ്ട് ഒന്നും എനിക്ക് ബലം പ്രയോഗിച്ച് എടുക്കുവാനോ ഒന്നും പറ്റത്തില്ല. അപ്പോഴത്തെ എനിക്ക് ഒരു സൈഡ് മൊത്തം എനിക്ക് വേദനയാണ്. എൻ്റെ കാല് മൊത്തത്തിൽ ഞാൻ എന്ന് ഈ ബ്രദറിൻ്റെ സൂമിൽ പങ്കെടുക്കുവാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും കൈവച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത് എനിക്ക് ആ വേദനയും പൂർണ്ണ സൗഖ്യവും തന്ന് ഇന്ന് ജോലി ചെയ്യുവാനും എല്ലാം എനിക്ക് ആരോഗ്യവും സൗഖ്യവും ബലവും എല്ലാം എൻ്റെ കർത്താവ് തന്നതിനായി ഞാൻ നന്ദിയോടെ ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന അപ്പനെ ഇന്ന് ഈ 2 വർഷം കൊണ്ട് ഞാൻ ഇന്ന് 24 മണിക്കൂർ ഒരു പിച്ചാത്തിയും വെട്ടിരുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ കൈ കാണും. എൻ്റെ മക്കളെയും വെട്ടാനും കുത്താനും. അതിൻ്റെ നടുവിൽ ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോഴാണ് ഞാൻ ചിന്തിച്ച് പുറമോട്ട് നോക്കിയത്. അവിടുന്ന് നിന്നെല്ലാം എന്നെ വിടുവിച്ചു. ഇന്ന് 2 വർഷം കൊണ്ട് ഞാനിന്ന് സമാധാനത്തോടു കൂടി ഞാനും എൻ്റെ മക്കളും എൻ്റെ വീട്ടിൽ ഞാൻ കഴിയുന്നു. എൻ്റെ ഭർത്താവ് കുടിക്കുമ്പോഴെല്ലാം 2 കാലും പൊട്ടി അളിയുവാണ്. എപ്പോൾ പോയി മദ്യപിച്ചാലും ആ സെക്കൻഡിൽ ആ കാല് 2 പൊട്ടിയളി. പുള്ളിക്ക് ഒരു തരത്തിലും മദ്യപിക്കുവാൻ പറ്റുന്നില്ല. എൻ്റെ കർത്താവിനോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് പൂർണ്ണമായിട്ടും അതിൽ നിന്നും വിടുവിക്കണമെന്ന് ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ. ഇന്ന് ഞങ്ങൾ സമാധാനത്തോട് ഞാനും എൻ്റെ മക്കളും ഞങ്ങൾ ആഹാരം കഴിക്കുകയോ ഉറങ്ങുകയും എല്ലാം ഞങ്ങൾ ചെയ്യുന്നതിനായി എൻ്റെ കർത്താവിന് ഞാൻ കോടാനുകോടി നന്ദി സമർപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ആമേൻ.